പേടി ഒരിക്കലും ഇല്ല. ഞാൻ പറയട്ടെ, ഇപ്പം ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടൊരു തോട്ട് സിനിമയാക്കുക എന്ന് ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊരു കുട്ടികളുടെ കഥയായിരുന്നു എന്ന് മാത്രം. രണ്ടാമത് വരുമ്പോഴും ഇഷ്ടപ്പെട്ടൊരു തോട്ട് സിനിമയാക്കുക എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് അതൊരു കുട്ടികളുടെ സിനിമ ആയിപ്പോകുന്നു. തീർച്ചയായിട്ടും ഇതൊരു കുട്ടികളുടെ സിനിമ അല്ല. ഇത് 100% ഈ സിനിമ യങ്സ്റ്റേഴ്സാണ് കാണേണ്ടതെന്ന് എൻകറേജ് ചെയ്യണം. കാരണം ഈ സിനിമ ഏറ്റവും കൂടുതൽ കൺവേ ആകുന്നതും അങ്ങനത്തെ ഓഡിയൻസിലോട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് സിനിമയാക്കുക എന്ന് ചിന്തിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഒരു കുട്ടികളുടെ സിനിമ എന്നുള്ള പേടി വന്നിട്ടില്ല. ഇനി അഥവാ അങ്ങനെ ഒരു ലേബൽ വന്നാലും അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കുട്ടികളെ വെച്ചൊരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് മങ്കീബൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എങ്ങനെ പിള്ളേരെ കൊണ്ട് അഭിനയിപ്പിക്കുക. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയുക, ഇഷ്ടവും നമ്മളുടെ സെറ്റിലൊരു ഊർജ്ജം വരുന്നത് കുട്ടികളെ വെച്ചിട്ടൊരു സിനിമ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലാണെങ്കിലും 2 പിള്ളേരുണ്ടെങ്കിലും ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ എവിടെ എടുത്തു കഴിഞ്ഞാലും കുട്ടികൾ കൂടുന്ന സ്ഥലത്ത് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. അവർക്കിടയിൽ ഒരു ഈഗോ ഇല്ല, ഒരു പരദൂഷണം പറച്ചിലില്ല, ക്ലാഷ് ഇല്ല. ലൈഫിൻ്റെ ഒരു കംപ്ലീറ്റ് പോസിറ്റീവ് എനർജി കാണാൻ പറ്റുന്ന ഒരു മേഖലയാണ് കുട്ടികളുടെ ഏരിയ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു ലേബൽ വന്നാൽ അതിലൊരു വിഷമം ഉണ്ടാകുന്ന ഒരാളല്ല, സന്തോഷമേ ഉള്ളൂ. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ആഗ്രഹിക്കും. കാരണം ഇപ്പം നമ്മുടെ മലയാളത്തിലെ മെഗാസ്റ്റാർസിനെ വെച്ച് സിനിമ എടുക്കുക എന്ന് പറയുന്നത് ആരുടെയും ഒരു സ്വപ്നമാണ്. അപ്പം അതുപോലെ അവരുടെ സിനിമകൾ കണ്ട് വളർന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം തീർച്ചയായിട്ടും അവരെ വെച്ചൊരു സിനിമ ചെയ്യാന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം ഇപ്പം ചെയ്ത സിനിമ അങ്ങനെയാണ്. കാരണം മഞ്ജുജിയെ പോലുള്ള ഒരു ആക്ട്രസ് വളർന്നു വരുന്നത് കുട്ടിക്കാലത്ത് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവരെ വെച്ച് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ചെയ്യില്ല, മെയിൽ ഓറിയൻറ്റഡ് സിനിമകൾ ചെയ്യില്ല എന്നുള്ള ഇതൊന്നുമില്ല. കാരണം ആഗ്രഹമുണ്ട്. കാരണം ഇപ്പം നമുക്കിപ്പോൾ അല്ലേ, ഇപ്പം കുട്ടികൾ കേന്ദ്ര കഥാപാത്രമാവുന്ന സിനിമ അല്ലെങ്കിൽ സ്ത്രീകൾ കേന്ദ്ര കഥാപാത്രമാവുന്ന സിനിമകൾ വളരെ വളരെ ചുരുങ്ങിയ കഥകളെ നമ്മൾ ഉള്ളിട്ട് വരുള്ളൂ. അപ്പോൾ ചുരുങ്ങിയ കഥകളെ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് കഥകളാണ് ഒരുപാടുള്ളത്. അപ്പം അതെടുക്കാൻ ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെടുക്കാൻ കുറച്ച് പേരുള്ളൂ. അപ്പം നമുക്ക് വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങോട്ട് വരാമെന്ന് ചിന്തിച്ചുള്ളൂ. പക്ഷെ അതൊരു ലേബലോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥ സിനിമയാക്കുക, അല്ലെങ്കിൽ ഇതിൽ ആരെ വെച്ചിട്ട് അടുത്ത സിനിമ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരു കുട്ടിയെ വെച്ച് വരാം, അങ്ങനെ ഒരു ചിന്തിക്കാറില്ല എപ്പോഴും. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമയാണെങ്കിലും ആ സിനിമയിൽ ആരാണ് നായകനെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ട് എഴുതിയല്ല. ആ സിനിമയുടെ ഒരു തോട്ട്, അതിൻ്റെ ഒരു 1 ലൈൻ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് സിനിമയാക്കുക ചെയ്തത്. അപ്പോൾ അത് ഫുൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം അതൊരു മെയിൽ ഓറിയൻറ്റഡ് സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു മെയിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ആ സിനിമയുടെ കൂടി പറയുന്ന ഒരു ലേബലും പരാതിയൊക്കെ മാറിക്കിട്ടും. തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇഷ്യൂസ് ഇല്ലാത്തൊരു സിനിമ ഉണ്ടാകുമെന്ന്. കാരണം ആദ്യത്തെ സിനിമ ഒരു ഇഷ്യൂ ഇല്ലാതെ എന്ന സിനിമയൊന്നുമല്ല. ആദ്യത്തെ സിനിമ ചെയ്യുമ്പോഴും പല അതായിട്ടുള്ള മെൻ്റൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എനിക്കൊന്നും ഈവൻ നമ്മൾ ഏതൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്താൽ പോലും, ഞാൻ പറഞ്ഞില്ല, ഇപ്പം ആദ്യത്തെ എൻ്റെ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത 9 ഷോർട്ട് ഫിലിംസ് ഉണ്ട്. ഈ 9 ഷോർട്ട് ഫിലിംസിൽ നിന്നാണ് എനിക്ക് സിനിമ ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒക്കെ കിട്ടിയത്. ആ 9 ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഉണ്ടായ കഷ്ടപ്പാടൊന്നും സിനിമ ചെയ്തപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഏതൊരു സിനിമ ചെയ്യുമ്പോഴും എനിക്കൊന്നും, പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അതിൻ്റെ റിസൾട്ടിലാണ് കാര്യം. സിനിമ നന്നായോ മോശമായോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഈ പറയുന്ന ഇഷ്യൂസും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അവിടെ തീരും. പിന്നെ ഈ പറഞ്ഞ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഫാമിലീസും അവരിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ ചെയ്യാൻ കരുതുന്നൊരു ധൈര്യം. കാരണം എൻ്റെ ചുറ്റുമുള്ള ഫാമിലി, എസ്പെഷ്യലി മൈ പാരൻസ്, എൻ്റെ പപ്പ, അമ്മ, ചേട്ടൻ, പിന്നെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് രാഹുൽ, അരുൺ, മനോജേട്ടൻ, നീൽ, ക്യാമറാമാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളുടെ എഡിറ്റർ, എല്ലാവരും ഞങ്ങളൊരു ഫ്ലാറ്റിൽ തന്നെയാണ് താമസം. അപ്പം എല്ലാവർക്കും ഒരു സ്വപ്നമേ ഉള്ളൂ. അപ്പം അങ്ങനെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഭയങ്കര ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇവരിൽ നിന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഒരു ക്യാമറമാനുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഒരു ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് സിനിമ ചെയ്യാൻ പോയിരിക്കുന്ന അവസ്ഥയായിരിക്കും. ഇത് തന്നെയായിരിക്കും മ്യൂസിക് ഡയറക്ടറും എഡിറ്ററും ഒക്കെ ആയ. പക്ഷേ ഈ മേഖലകളിലൊന്നും ഒരു ഇഷ്യൂവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഇപ്പം സിനിമയുടെ പ്രോഡക്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. കാരണം നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പം ജോൺ ദ ബോയ് എന്ന ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് എടുത്ത് ഈ സിനിമ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൽ എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും, ഈവൻ സൗണ്ട് ആവട്ടെ, ക്യാമറ ആവട്ടെ, മ്യൂസിക് ആവട്ടെ, എഡിറ്റിംഗ് ആവട്ടെ, ആർട്ട് ആവട്ടെ, കോസ്റ്റ്യൂം ആവട്ടെ,
ഇവരുടെ എല്ലാവരുടെയും മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ സാധിച്ചൊരു സിനിമയാണ്. അപ്പോൾ അത് വലിയൊരു ഇഷ്യൂസ് ഒന്നും അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടില്ല. എല്ലാവരും ഭയങ്കര ജോയിൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ എക്സ്റ്റേണൽ ഇഷ്യൂസ് ഉണ്ടാവും സാധാരണ, കാരണം സിനിമ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി ഉണ്ട്, ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ ഓഫ് കോഴ്സ് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പം ആ കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ നിൽക്കുമ്പോൾ സിനിമാ മേഖലയിൽ നല്ല രീതിയിലുള്ള പ്രഷേഴ്സ് ഉണ്ടാവും. ആ പ്രഷേഴ്സ് സിനിമയിൽ മാത്രമല്ല IT ഫീൽഡിലും എല്ലാ ഫീൽഡിലും ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഏതൊരു പ്രൊഫഷണൽ ജോലിയിലുള്ള പോലത്തെ ഇഷ്യൂസ് ഈ സിനിമയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ റിസൾട്ടിലാണ് കാര്യം. ഈ സിനിമ ഇപ്പം ഞങ്ങളുടെ ടീമിൽ നിന്ന് ഏറ്റവും കൂടുതൽ നല്ല ടെക്നിക്കൽ പെർഫെക്റ്റ് ആയിട്ട് വരാൻ പറ്റിയ ഒരു സിനിമയാണെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം അതിന് വേണ്ടി പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, കാരണം മ്യൂസിക് ഡയറക്ടർ ക്രിയേറ്റീവ് ഡയറക്ടറാണ് പുള്ളി. അപ്പം ഏത് സമയത്തും രാഹുൽ സുബ്രഹ്മണ്യൻ ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ സ്ക്രിപ്റ്റിംഗ് ടൈമിലാണെങ്കിലും ഫ്ലാറ്റിലുണ്ടാവും. അത് രാഹുൽ മാത്രമല്ല, ക്യാമറാമാൻ നീൽ, എഡിറ്റർ റഹ്മാൻ, പിന്നെ മീൻസ് ഇപ്പം ഇതിൻ്റെ VFX കൈകാര്യം ചെയ്തിരിക്കുന്ന, വിഷ്വൽ എഫക്ട്സ് കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷ്ണു. പിന്നെ ഈ സിനിമയിൽ ഒരു 3D ആനിമേഷൻ ക്യാരക്ടറുണ്ട്, അത് ചെയ്തിരിക്കുന്നത് ദിൻജിത്ത് എന്ന് പറയുന്ന ആനിമേറ്ററിൻ്റെ ഒരു ടീമുണ്ട്. ദിൻജിത്ത് സന്ദീപ് എന്ന് പറയുന്നവരുടെ കീ ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു ആനിമേഷൻ സ്റ്റുഡിയോ ആണ് ഈ സിനിമയുടെ ആനിമേഷൻ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഈ സിനിമയിൽ ഇപ്പോൾ അവരുടെ മേഖലയെക്കുറിച്ച് പറഞ്ഞാൽ, ഇപ്പോൾ ബാക്കി സിനിമകളുടെ മേഖലയെല്ലാം നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം, ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യമല്ല, അറിയാണ്ട് പോകുന്നതാണ്. ഇപ്പോൾ വിഷ്ണു ചെയ്ത വിഷ്വൽ എഫക്ട്സ് വർക്കാണെങ്കിലും കീ ഫ്രെയിംസ് ചെയ്തിട്ടുള്ള 3D ആനിമേഷൻ ആണെങ്കിലും മലയാള സിനിമയിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ നിന്ന് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയതാണെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം നമ്മുടെ ഒരു പരിമിതമായ ബഡ്ജറ്റുണ്ട്. ഈ ബഡ്ജറ്റിൽ നിന്ന് ഭയങ്കര കുംഫു പാണ്ടയും മഡഗാസ്കറൊക്കെ ഉണ്ടാക്കുന്ന ടീമാണ്. അപ്പോൾ അത്രയും എത്താൻ പറ്റിയില്ലല്ലോ, ഞങ്ങളുടെ മാക്സിമം ചെയ്യാൻ പറ്റിയെന്ന് വിശ്വാസമുള്ളൊരു ടീമാണ്. അപ്പം ഈ ടീമിൻ്റെ എല്ലാം ഒരു സപ്പോർട്ട് ഈ സിനിമയിലുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഗാനങ്ങൾ പാടിയിട്ടുള്ള അരുണാലാൽ, ഹരിചരൺ, പിന്നെ മഞ്ചേച്ചി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, സനൂപ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം ഇവരെല്ലാവരും, കാവ്യ അജിത്, ഹരിചരൺ, ഇപ്പം ഇത്രയും പേര് ഈ സിനിമയിൽ പാടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും പേരെടുത്ത് പറഞ്ഞ് എല്ലാവരും പറയേണ്ടി വരും, കാരണം എല്ലാവരും അവരുടെ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. എക്സ്പെഷ്യലി ഏറ്റവും കൂടുതൽ പറയേണ്ടത് മഞ്ജു ചേച്ചിയും സനൂപും. കാരണം അവരുടെ ഈ സിനിമയിലെ ഒരു പെർഫോമൻസ്, അത് ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ച് എനിക്കും എൻ്റെ ടീമിനും എന്നും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം മഞ്ചേച്ചിയുടെ കരിയറിലെയും സനൂപിൻ്റെ കരിയറിലെയും ഏറ്റവും മെച്യൂർഡായിട്ടുള്ള ഭയങ്കര നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടാണ് അവർ തന്നേക്കുന്നത്. അപ്പോൾ കാരണം മെച്യൂർഡായ മഞ്ജു ചേച്ചി ഒരു കുട്ടിത്തമുള്ള ക്യാരക്ടറും കുട്ടിത്തമുള്ള സനൂപ് ഒരു മെച്യൂർഡായ ക്യാരക്ടറാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ അവർ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഈ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ച കിരൺ, പേളി, പിന്നെ ലാലു അലക്സ് എന്ന് പറഞ്ഞിട്ട് സ്ഥിരം മീൻസ് കലാരഞ്ജിനിയൊക്കെ പറഞ്ഞ് നമുക്ക് സുപരിചിതമായ ആൾക്കാരുമുണ്ട്. ഇവരെല്ലാവരും ഈ സിനിമയ്ക്ക് തന്നിട്ടുള്ള ഒരു ഔട്ട്പുട്ടുണ്ട്. അപ്പം അതിന് ഞാൻ അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. കാരണം ഇപ്പോൾ റോജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോ, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറായ രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയോ, നീലെന്ന് പറയുന്ന ക്യാമറാമാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോ നന്നായാൽ ഒരു സിനിമ നന്നാവില്ല. ആ സിനിമയുടെ എല്ലാ ഭാഗങ്ങളും നന്നായാൽ മാത്രമേ ഒരു നല്ല സിനിമ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ശ്രമിച്ച സ്നേഹിച്ചു കൂടെ എല്ലാവർക്കും നന്ദിയുണ്ട്.